ഫ്രണ്ട്സ്, മിനി ക്രിസ്റ്റൽ ബാഗാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ശംഖൂസ് നമുക്ക് എത്ര നീളം വേണോ അതനുസരിച്ച് നീളത്തിലെടുത്ത് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഏറ്റവും സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു 4 മുത്ത് ആദ്യമേ കൊരുത്ത് കണ്ടില്ലേ, 4 മുത്ത് കൊരുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് മുത്തിൻ്റെ അടിഭാഗത്തൂടെ മറു സൈഡിൽ ശംഖൂസ് കൊരുത്തെടുത്ത് ഒരു പൂവിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് നമ്മൾ എല്ലാം ഈ ഒരു ഷേപ്പിലാണ് കെട്ടി കംപ്ലീറ്റ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഫ്ലവറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു മുത്ത്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു മുത്ത് കൊരുക്കണം. ഇനി ഒരു മുത്ത് 4 മുത്ത് കൊരുത്തതിന് ശേഷം പിന്നെ നമ്മൾ 3 മുത്ത് വെച്ചാണ് കൊരുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു ലെഫ്റ്റും റൈറ്റ് സൈഡിലും ഓരോ മുത്ത് കൊരുത്തിട്ട് ഇനി ഒരു മുത്തെടുത്ത് ഈ കാണിക്കുന്ന കണക്കാണ്. ഇനി ആ ഒരു മുത്തെടുത്തിട്ട് ഇനി ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ശംഖൂസ് അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ടല്ലേ, അടിഭാഗത്തൂടെ മുകളിൽ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടി ടൈറ്റായിട്ട് കെട്ടുമ്പം അടുത്ത ഫ്ലവറുമായി കഴിഞ്ഞു. ഇനി അങ്ങോട്ടെല്ലാം 3 മുത്തുകൾ വെച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എളുപ്പത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓടിച്ച് ചെയ്തു പോവാം. മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കിയതാണ്. അത് ഞാൻ അന്നൊക്കെ മുത്തുകൾ കൊണ്ടായിരുന്നു ചെയ്യുന്നത്. ഇത് ക്രിസ്റ്റലിൻ്റെ എന്നുള്ള ഇത് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്, പ്രത്യേകതയുണ്ട്. ഇത് അതുപോലെ തന്നെ നല്ല തിളക്കത്തോടെ നിൽക്കുന്ന ക്രിസ്റ്റൽസാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ആദ്യമേ ഈ എത്ര നീളം വേണോ ആ നീളം അനുസരിച്ച് നമ്മൾ ശംഖൂസ് രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻറ്ററിൽ വേണം മുത്ത് കൊരുത്ത് ഇതുപോലെ താഴോട്ട് കൊണ്ടുവരാൻ. ഒരു 15 എണ്ണം കൊരുക്കുമ്പോൾ 15ഓ 16ഓ 17ഓ ആകുമ്പോൾ നല്ല നീളത്തിൽ നല്ല വലിപ്പത്തിലുള്ള ബാഗാക്കി എടുക്കുക. ഇത് ചെറിയ എൻ്റെ കയ്യിൽ കുറച്ച് ക്രിസ്റ്റൽസേ ഉള്ളൂ. അത് നമ്മൾ ഓൺലൈനിൽ കൂടെ വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ ഒരു ലെയർ 2 ലെയർ ആയിക്കഴിഞ്ഞ് ആ ഏറ്റവും എൻഡിൽ വരുമ്പോൾ അത് വളച്ച് ഇത് നോക്കിയാൽ രണ്ട് ക്രിസ്റ്റൽസ് വെച്ചാൽ മതി. ഇനി സൈഡിൽ കംപ്ലീറ്റ് ഈ 2 ക്രിസ്റ്റൽസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കണ്ടില്ലേ, 2 ക്രിസ്റ്റൽസ് വെച്ച് അവിടെ ആ ഒരു സൈഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വളച്ച് കൊണ്ടുവന്ന് 2 ത്രെഡുകൾ, അതായത് 2 ശംഖൂസുകളുണ്ട്. അതിൻ്റെ ഒരു ശംഖൂസിൽ 2 മുത്ത് കൊരുത്ത്, അടുത്ത ശംഖൂസിൻ്റെ ആ 2 മുത്ത് കൊരുത്തതിൻ്റെ ഒരു മുത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മുത്തിൻ്റെ അടിഭാഗത്തൂടെയാണ് ഈ സൈഡിലെ ശംഖൂസ് കെട്ടി വെച്ചത്. ഇനി ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ ആ ഒരു ശംഖൂസ് ഈ സൈഡിലുള്ള ഉണ്ടല്ലോ ഇടവിട്ടുള്ള മുത്തുകളുണ്ട്. അതിൽ ഓരോന്നും നമ്മൾ കെട്ടുന്നതിന് മുൻപേ ആയിട്ട് ഈ ഒരു സൈഡിലെ ശംഖൂസ് ആ ഒരു സൈഡിലെ മുത്തിൻ്റെ അടിഭാഗത്തൂടെ കൊരുത്തിട്ട് വേണം ഇതുപോലെ കെട്ടിക്കൊണ്ടുപോകാൻ. എങ്കിൽ മാത്രമേ അതിനോട് ചേർന്നിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് വരും. ചേർത്ത് കെട്ടണമെങ്കിൽ കണ്ടില്ലേ, അതായത് ആ ഒരു സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലെ ശംഖൂസ് അതിൻ്റെ അടിയിൽ കൂടെ കൊരുത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ 2 മുത്തിനോട് ചേർത്ത് കെട്ടി വെക്കുകയാണ്. വീണ്ടും നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു മുത്തിൻ്റെ ഗ്യാപ്പിട്ട മറ്റൊരു മുത്തിൻ്റെ അടിയിൽ കൂടെ എടുത്ത് കൊരുത്ത് വീണ്ടും 2 മുത്തിനോട് കെട്ടി അങ്ങനെ കെട്ടി കൊണ്ടുവന്നാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനിയെന്ന് വെച്ചാൽ 2 സൈഡിൽ ഞാൻ യെല്ലോ അത് എളുപ്പത്തിൽ നമുക്ക് 2 വെച്ച് കെട്ടിയും കംപ്ലീറ്റ് ചെയ്യാം. കെട്ടിക്കഴിഞ്ഞ് അവസാനം നമ്മൾ ഈ ഒരു ശംഖൂസ് തീർന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് 3-4 കെട്ട് കൊണ്ട് കംപ്ലീറ്റ് എവിടെ കൊണ്ട് തീരുന്നോ അവിടെ കൊണ്ട് ടൈറ്റായിട്ട് കെട്ടി വരിഞ്ഞങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതേ ലെവലിൽ തന്നെ മറ്റൊരു ശംഖൂസ് നല്ല നീളത്തിൽ അതിൻ്റെ അകത്തുനിന്ന് കൊരുത്ത് എടുത്തിട്ടാണ് വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2 ശംഖൂസുകൾ മാറ്റി കെട്ടേണ്ടി വരും. അതാണ് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചത്. ഇനി 2 സൈഡിൽ ഞാൻ കണ്ടില്ലേ ഒരു 4 ലെയർ ഇത് മുത്തുകൾ കൊണ്ട് കവർ ചെയ്യാനായിട്ടാണ് ഇത് കണ്ടില്ലേ, ഇത് കൊരുത്താണ് കവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് വലിയ ബാഗുകളും ഇതുപോലെ ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ട്. മറ്റേത് നമ്മൾ ബാഗോടുകൂടി വെച്ചാണ് ആ മുത്തുകൾ കവർ ചെയ്യുന്നത്. അത് സ്റ്റാർട്ടിങ് ഉള്ളവർക്ക് അത് മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനിയെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു മുത്ത് അത് എൻ്റെ കയ്യിലുള്ളതായിരുന്നു, അതുകൊണ്ട് ഒരു ചെറിയൊരു ഹാൻഡിൽ പോലെ അടപ്പാക്കിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് അത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് സ്പോഞ്ചാണ്.
അത് അതിൻ്റെ അകത്തോട്ട് ടൈറ്റിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ബാഗ് കവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ചെറിയ ഈ ഒരു പട്ടിൻ്റെ തുണികൾ കിട്ടും, ബ്ലൂ കളർ കിട്ടും, പല കളറിൽ കിട്ടും. ആ ഒരു കളറിൽ മാച്ചിങ് കളർ വാങ്ങിച്ച് നമുക്കത് തച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു ചെയിനും ഒക്കെ മനോഹരമായിട്ടുള്ളൊരു മിനി ബാഗായി